ഹായ് എവരിവൺ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ അണിഞ്ഞൊരുക്കി കഴിയുമ്പോൾ എന്ത് ഭംഗിയാണ് അല്ലേ കാണാൻ. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു പെൺകുട്ടി ആകുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം അവരെ ഇങ്ങനെ പല പല ഡ്രസ്സൊക്കെ ഇട്ട് നല്ലപോലെ കണ്ണും പൊട്ടൊക്കെ എഴുതിയിട്ട് സുന്ദരിയാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു പാർട്ടിയാണ് കേട്ടോ നടത്തിയത്. മോൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ 4 പേര് മാത്രമായിട്ട് ഒതുങ്ങി. പക്ഷേ മോളുടെ ബർത്ത്ഡേക്ക് 2-3 ഫ്രണ്ട്സിനെ ഞങ്ങൾ വിളിച്ചിരുന്നു. ഞങ്ങൾ സെലിബ്രേഷൻ നടത്താൻ വേണ്ടി ഒരു നേപ്പാൾ റെസ്റ്റോറൻ്റാണ് കേട്ടോ തിരഞ്ഞെടുത്തത്. ആ ഹോട്ടൽ തിരഞ്ഞെടുക്കാൻ കാരണവും അവിടുത്തെ ലൊക്കേഷൻ തന്നെയാണ്. ഞങ്ങൾ കേക്ക് ഒരു ഹോം മേക്കറിനാണ് കൊടുത്തത്. അതൊരു ഇന്ത്യക്കാരിയായിരുന്നു. അപ്പോൾ മോൾക്ക് കോക്കോമെല്ലൻ ഇഷ്ടമായതുകൊണ്ട് അതാണ് സെലക്ട് ചെയ്തത്. Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday, dear Sita. Happy birthday to you. I got it right. Yeah. Right. ഇതാ ഇതൊക്കെ കൊടുത്താൽ മതി. അണ്ണാ കൂടും ഏത് കുട്ടി അണ്ണാ കൂടും അണ്ണാക്ക് കൂടും അണ്ണാക്ക് അയ്യോ കുഴപ്പമില്ല. ഈ നേപ്പാൾ ചൈനയുടെയും ഇന്ത്യയുടെയും ബോർഡർ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ നേപ്പാൾ റെസ്റ്റോറൻറ്റിലെ ചൈനീസ് ഫുഡും ഇന്ത്യൻ ഫുഡും കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫുഡിലേക്ക് തന്നെ കടക്കാം. ഞങ്ങൾ സ്റ്റാർട്ടേഴ്സായിട്ട് മോമോസാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ ഒരു വെജിറ്റബിൾ നഗറ്റ്സ് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് തന്നിരുന്നു. അല്ലാതെ ഒരു വെജ് താടി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ജർമ്മനിയിൽ മിക്ക റെസ്റ്റോറൻറ്റിലും ഞങ്ങൾ കയറിയോട്ട റെസ്റ്റോറൻറ്റുകളിലൊക്കെ എല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു കറി പറഞ്ഞാൽ അതിൻ്റെ കൂടെ റൈസ് കൂടി അവർ തരും കേട്ടോ. റൈസ് സെപ്പറേറ്റ് ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും ഞങ്ങളൊരു നാൻ കൂടി പറഞ്ഞായിരുന്നു. സത്യത്തിൽ അത് കുറച്ച് ഹെവിയാണ്, നമുക്ക് ബാക്കി വരും, എന്നാലും കുഴപ്പമില്ല എന്ന് വെച്ച് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ റൈസ് ബാക്കി വന്നായിരുന്നു. ഫ്രണ്ട്സ് നോൺ വെജ് ആണ് കേട്ടോ ട്രൈ ചെയ്തത്. അപ്പോൾ ചിക്കൻ്റെ 2 വെറൈറ്റിയാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പോൾ അവർ നല്ല ഫുഡായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളുടെ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. ഈ സെലിബ്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചപ്പോഴും ഞങ്ങൾക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് വളരെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മോനിപ്പോൾ 9 വയസ്സായി. ആ 9 വർഷം ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. അതുപോലെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നാട്ടിലായിരുന്നു, അതും വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ആരുമില്ല. മോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നു. അത് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഫ്രണ്ട്സിനെ കൂടി വിളിച്ചായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഒരു സങ്കടം എല്ലാം തോന്നിയെങ്കിലും ആ ഫ്രണ്ട്സൊത്ത് നമ്മൾ ആ എൻജോയ് ചെയ്ത് ആ വൈബിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ സങ്കടമെല്ലാം മാറി കേട്ടോ. കേക്കിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നല്ല കേക്കായിരുന്നു, ടേസ്റ്റ് എല്ലാം സൂപ്പറായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ആ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്തില്ല. മോൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങളിവിടെ ഒരു ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്ത അവിടെ ഭയങ്കര കളറായിരുന്നു. മോളുടെ കയ്യിലും വായിലൊക്കെ ആ പച്ച കളർ നല്ലപോലെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് കളർ ആഡ് ചെയ്തിരുന്നു. അത് മാത്രമാണ് ഞങ്ങൾക്ക് ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബാക്കി കേക്കിന് ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഫുഡ് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ത്യൻ ഫുഡ് കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ലൊക്കേഷനും കൂടി നല്ലതായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയിൽ ഒത്ത നടുക്കായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അത് വലിയൊരു ഏരിയ ആണ്. അവിടെ അങ്ങോട്ട് വണ്ടികളൊന്നും വരത്തില്ല. ആ വലിയൊരു ഏരിയയിൽ നിറയെ നടക്കാനുള്ള സ്ഥലങ്ങളും പച്ചപ്പും എല്ലാം അതിമനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു. അവിടെയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു റെസ്റ്റോറൻറ്റിൽ നമുക്കിങ്ങനെ വെളിയിലിരുന്ന് കഴിക്കാനുള്ള ഇതുണ്ടെങ്കിലും വളരെ വണ്ടികളുമായിട്ടും പൊല്യൂഷനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വെളിയിലിരുന്നാണ് കഴിച്ചതെങ്കിലും ഒരു പൊല്യൂഷനോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല കാമായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സമയം പോയത് അറിഞ്ഞതേയില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ നടുക്കത്തെ ഈ ഏരിയ എന്ന് പറയുന്നത് പാർക്കും നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളും കുറേ നല്ല നല്ല ചെടികളും മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ്. ബാക്കി ഫുൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വലിയ വലിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ലൊക്കേഷൻ. നിങ്ങൾ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് കുറേ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഹസ്ബൻഡ് വർക്ക് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയത് 8:15 ആയായിരുന്നു.
ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ രാത്രി സൺസെറ്റ് ആവുന്നത് 10 മണിക്കാണ്. സോ 8:30ക്കും അവിടെ നല്ല വെളിച്ചമായിരുന്നു. ആ സമയത്തും കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അവിടെ നടക്കാനൊരു സ്ഥലം, പാർക്ക്, കുട്ടികൾക്ക് കളിക്കാൻ, സൈക്ലിങ്ങിനൊരു സ്ഥലം, അങ്ങനെ ഒരുപാട് സെപ്പറേറ്റായി ഏരിയ ഉണ്ടായിരുന്നെങ്കിലും വലിയൊരു ഏരിയയിൽ എല്ലാവരും എൻജോയ് ചെയ്ത് നടക്കുമായിരുന്നു. സോ വേദക്കുട്ടിയും എൻജോയ് ചെയ്ത് അവിടെ ഓടി നടക്കുമായിരുന്നു. അവൾ വിളിച്ചിട്ട് വരുന്നേ ഇല്ലായിരുന്നു, തിരിച്ച് അവൾക്ക് വരണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. ഇപ്പം മോൾക്ക് മറ്റുള്ളവരായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവമാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, എൻ്റെ വാല് പോലെ തന്നെ നടക്കും. അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നതുകൊണ്ട് അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് വരേണ്ട ഒരവസ്ഥയായിരുന്നു. സോ ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു സെലിബ്രേഷൻ എൻഡ് ചെയ്തത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.